അപ്പോൾ നമ്മൾ കണ്ടു നവദുർഗകൾ. ആ നവദുർഗ ശരിക്കും ഈ നവദുർഗ ദേവി എന്ന് പറയുന്നത് ഒന്നാണ്, പല രൂപങ്ങളെ സ്വീകരിക്കുന്നതേ ഉള്ളൂ. അതിൽ നവദുർഗ ആ രൂപത്തിൽ ഇനി മറ്റൊരു ഭാഗം പറയാണ് സപ്തമാതൃക്കൾ എന്ന അവസ്ഥയിൽ. ആ രക്ഷാകവചം നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി ദേവി പല രൂപങ്ങളാകും, പല ഭാവങ്ങളാകും. അതിൽ ഒന്ന് നമ്മൾ കണ്ടു ആദ്യം നവദുർഗാഭാവം. ഇനി സപ്തമാതൃക്കളുടെ രൂപത്തിൽ ദേവി, അതിനെക്കുറിച്ച് ഇനി പറയാം. നോക്കി, പ്രേത സംസ്ഥാതു ചാമുണ്ട വാരാഹേ മഹിഷാസന ഐന്ദ്രേ ഗജസമാരൂഢ വൈഷ്ണവീ ഗരുഡാസന മാഹേശ്വരീ വൃഷാരൂഢ കൗമാരേ ശിഖിവാഹന ബ്രാഹ്മീ ഹംസ സമാരൂഢ സർവാഭരണഭൂഷിത നാനാഭരണ ശോഭാഢ്യ നാനാരത്നോപശോഭിത ദൃശ്യന്തേ രഥമാരൂഢ ദേവ്യാ ക്രോധസമാകുല. അല്ലേ, സപ്തമാതൃക്കളെ കുറിച്ച് പറയുകയാണ്. ചാമുണ്ട കാളി എങ്ങനെയാണ്? പ്രേതസംസ്ഥ, പ്രേതാസനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ കാളി. പ്രേതത്തിൻ്റെ മുകളിലിരിക്കുന്നവളാണ്, പ്രേതാസന സ്ഥിതയാണ് കാളി. വാരാഹി, വാരാഹി ശക്തി, പോത്ത് ആസനമായി സ്വീകരിച്ചുള്ള പോത്തിൻ്റെ പുറത്തിരിക്കുന്നവളാണ് വാരാഹി. വാരാഹി മഹിഷാസന, വാരാഹി മഹിഷാസന. ഐന്ദ്രി ഗജസമാരൂഢ, ഇന്ദ്രാണി ഗജത്തിൻ്റെ പുറത്ത്, ആനയുടെ പുറത്താണ് ഇന്ദ്രാണി. ഇന്ദ്രാണി ഗജസമാരൂഢ. വൈഷ്ണവി ഗരുഡാസന, വൈഷ്ണവി ഗരുഡാസനയാണ്. മാഹേശ്വരി വൃഷാരൂഢ, മാഹേശ്വരി ശക്തി, മഹേശ്വരൻ്റെ ശക്തി മഹേശ്വരി. അവൾ വൃഷഭത്തിൻ്റെ പുറത്താണ്, കാളയുടെ പുറത്താണ് വൃഷഭം. കൗമാരി സുബ്രഹ്മണ്യൻ്റെ ശക്തി ശിഖിയാണ്, ശിഖിവാഹനത്തിലാണ്, മയിലാണ്, മയിൽ വാഹനത്തിലാണ്. ബ്രാഹ്മി ബ്രഹ്മാവിൻ്റെ ശക്തി, ബ്രാഹ്മി ബ്രഹ്മശക്തി. ഹംസാരൂഢ ഹംസത്തിലാണ്. ഇങ്ങനെ ഉള്ള ഈ ദേവിമാർ, ഈ സപ്തമാതൃക്കള് സർവാഭരണഭൂഷിത, സർവാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവളായിട്ട് ദേവ്യ, ഈ ദേവിമാർ, ദേവ്യാഹ ഈ ദേവിമാർ. നാനാഭരണ ശോഭാഢ്യ, പലതരത്തിലുള്ള ആഭരണങ്ങളുടെ കാന്തികൾ കൊണ്ട് ജ്വലിക്കുന്നതായി, നാനാഭരണങ്ങളാൽ ശോഭയായി. നാനാരത്നോപശോഭിത, നാനാതരത്തിലുള്ള രത്നങ്ങളെ കൊണ്ട് ശോഭിക്കുന്നവളായി. ക്രോധാസോ സമാകുല, ക്രോധവതികളായിട്ട്, അതികോപത്തോട് കൂടിയിട്ട്. ഇതൊക്കെയുണ്ട്, നാനാഭരണങ്ങളുണ്ട്, പലവിധ ആഭരണങ്ങളുടെ കാന്തിയുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ശോഭയോടുകൂടി സൗന്ദര്യവതിയായിരിക്കുന്ന ദേവിമാർ അതികോപത്തോടു കൂടി ഇരിക്കുകയാണ്. എന്തിനു വേണ്ടി? രഥാരൂഢാ ദൃശ്യന്തേ, രഥങ്ങളിൽ കയറിയവരായിട്ട് ദേവന്മാരോടൊപ്പം, തൻ്റെ ചുറ്റുമുള്ള ദേവതകളോടൊപ്പം, ദേവന്മാരോടൊപ്പം രഥത്തിൽ കയറിയവളായിട്ട് കാണപ്പെടുകയാണ്. വാഹനത്തിൽ, രഥത്തിൽ ഇങ്ങനെ കയറിയിരിക്കുക. എന്തിനാണ് ഈ രഥത്തിൽ കയറിയിരിക്കുന്നത്? എന്തിനാണ് ഈ ദേഷ്യം? തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, തൻ്റെ ഭക്തന്മാരെ നിഗ്രഹിക്കാനായിട്ട്, ഉപദ്രവിക്കാനായിട്ട് വരുന്ന ശത്രുക്കളെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് സർവാഭരണഭൂഷിതയായിരിക്കുന്ന, നാനാഭരണ ശോഭ്യാഢ്യയായിരിക്കുന്ന, നാനാരത്നോപശോഭിതയായിരിക്കുന്ന ഈ ദേവി ക്രോധസമാകുലയായിരിക്കുന്നത്. ക്രോധസമാകുലയായിരിക്കുന്നത്, സർവാഭരണഭൂഷിതയായിരിക്കുന്ന, നാനാഭരണ ശോഭാഢ്യയായിരിക്കുന്ന, നാനാരത്ന ശോഭിതയായിരിക്കുന്ന ദേവി കോപസമാകുലയായി തീർന്നത്
ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. തന്നിലേക്ക് ആശ്രയിച്ചവളെ, തന്നെ ശരണം പ്രാപിച്ചവരെ ശരണം ഗത തേഷാം കിഞ്ചിത് അശുഭം, കിഞ്ചിത് അശുഭം, അതാണ് ന ജായതേ, കിഞ്ചിത് അശുഭം ന ജായതേ, കിഞ്ചിത് അശുഭം ന ജായതേ എന്ന് പറഞ്ഞില്ലേ. അത് ഒരു അശുഭം ഉണ്ടാകാതിരിക്കാൻ ദേവിയെ ഈ ക്രോധം സ്വീകരിച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടെ സപ്തമാതൃക്കളായി ദേവി രൂപപ്പെടുന്നത്.